ഈ ഒരു ക്വസ്റ്റ്യൻ 2023 CGL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് ഒരു ഹെമിസ്പെറിക്കൽ ബോൾ ഉണ്ട്. അതിൻ്റെ റേഡിയസ് 7 ആണ്. അത് പെയിന്റ് ചെയ്തു. ഇൻസൈഡിലും പെയിന്റ് ചെയ്തു, ഔട്ട് സൈഡിലും പെയിന്റ് ചെയ്തു. അതിൻ്റെ കോസ്റ്റ് ഓഫ് പെയിന്റിങ് അറ്റ് ദ റേറ്റ് ഓഫ് 40/20 cm². ഓരോ 20 cm²നും 40 രൂപയാണ് ആകുന്നത്. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും 1 cm²-ന് 2 രൂപയായിരിക്കും ആകുന്നത്. അപ്പോൾ ഹെമിസ്പെറിക്കൽ ബോളാണ്. തിക്നെസ് അവർ നെഗ്ലിജിബിൾ ആണെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിക്നെസ് നെഗ്ലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൈയിൻ്റെ വാല്യൂ 3 പൈയിൻ്റെ വാല്യൂ 22/7 എന്ന് പറഞ്ഞ് എടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ക്വസ്റ്റിനകത്തുണ്ടായിരുന്നു. ഓക്കെ, നമുക്കറിയാം ഹെമിസ്പെറിക്കൽ ബോളിൻ്റെ കേസിൽ കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് 2πr² ആണ്. 2πr² ആണ് കർവ്ഡ് സർഫേസ് ഏരിയ. അപ്പോൾ ഇതിൻ്റെ അകത്തും പെയിന്റ് അടിക്കണം, പുറത്തും പെയിന്റ് അടിക്കണം. അപ്പോൾ രണ്ട് കേസിലും ഈ കർവ്ഡ് സർഫേസ് ഏരിയ ആണ് എന്തായിട്ട് വരാൻ പോകുന്നത്, ഏരിയ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ പുറത്ത് 2πr², അകത്തും 2πr². സോ 4πr² ആയിരിക്കും ടോട്ടൽ ഏരിയ വരുന്നത്. കാരണം തിക്നെസ് നെഗ്ലിജിബിൾ ആണ്, തിക്നെസ് കൺസിഡർ ചെയ്യേണ്ട എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി നമുക്ക് ആക്ച്വലി ടോട്ടൽ എത്ര ഏരിയ ആണ് ഇങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 4 × 22/7 × r². എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ആണ്. ഓക്കെ, ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ 88 × 7 ആണ് ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഇത്ര സെന്റിമീറ്റർ², കാരണം നമ്മൾ സെന്റിമീറ്ററിൽ എടുത്തിരിക്കുന്ന 1 സെന്റിമീറ്റർ പെയിന്റ് ചെയ്യാനായിട്ട് 2 രൂപ. അപ്പോൾ നമുക്ക് ഇത്രയും സെന്റിമീറ്റർ പെയിന്റ് ചെയ്യാനായിട്ട് എത്ര രൂപ ആകുന്നല്ലേ നോക്കേണ്ടത്. അപ്പോൾ 88 × 7 × 2, അല്ലെങ്കിൽ 88 × 14. അതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. 1232 രൂപ. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.